മനോഹരമായ സ്ഥലത്താണ്. ഇവിടെ ഒരു നടന്നു വന്നാണ് ഞങ്ങൾ. ഇടുക്കി ജില്ലയിലെ വെളിഞ്ഞാണ്ടം പടുക എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ മകളെയും മോനെയും കൊണ്ട് വന്ന് കുറച്ച് റണ്ണിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യുകയാണ്. റിലാക്സ് പിടിക്കില്ല റിലാക്സ് ഇവിടോ കൂളാകും കൂൾ ഓടി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ പിള്ളേർക്ക് ഇങ്ങനെ ഓടി കളിക്കുന്നത് ഇഷ്ടമാണ്. ഞാൻ പറയുന്നത് തന്നെ മൊബൈൽ അഡിക്ഷനെ മാറ്റാനുള്ളൊരു വഴി കൂടിയാണത്. അപ്പം വീട്ടിലിരുന്ന് കഴിയുമ്പോൾ പിള്ളേർക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ വരുമ്പോൾ അവർ മൊബൈൽ അല്ലെങ്കിൽ ടെലിവിഷൻ അങ്ങനെയുള്ള ഇതിൽ മാത്രമായിരിക്കും അവരുടെ ശ്രദ്ധ. അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ അവർക്ക് ഇതുപോലുള്ള ഗെയിമിലൊക്കെ കളിക്കുകയും കുറച്ച് റണ്ണിങ്ങൊക്കെ ചെയ്യുകയും ജോഗിങ് ചെയ്യുമ്പോൾ ഒത്തിരി മാറ്റങ്ങളുണ്ടാവും. ശരി, സ്റ്റാർട്ട്. ഞാൻ കണ്ടേക്കുന്നത് കൂടുതലും മാതാപിതാക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മക്കളുമായിട്ട് പോവുകയാണെങ്കിൽ തന്നെ അവർ ജസ്റ്റ് ഒരു പാർക്കിലോ അവിടെയൊക്കെ പോയിട്ട് തിരിച്ചു വരിക, അല്ലെങ്കിൽ അങ്ങനെയുള്ളതേ പോകത്തുള്ളൂ. മറ്റുള്ള ഗ്രൗണ്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോയി സമയം ചിലവഴിക്കാൻ അവർക്ക് സാധിക്കാതെ വരുന്ന പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. എങ്കിലും കുറച്ച് സമയമൊക്കെ അവധി ദിവസങ്ങളിൽ അവരുടെ ഒപ്പം ചിലവഴിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം ഞങ്ങൾ ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നേ. ഇത് കഴിഞ്ഞ ഉടനെ ഞങ്ങളിവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ മനോഹരമായ സ്ഥലത്ത്, ഈ സ്ഥലത്തിൻ്റെ പേര് പടുക എന്നാണ്. ഇത് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൻ്റെ കാഞ്ചിയാർ പഞ്ചായത്തിന് അടുത്തായിട്ട് വെളിഞ്ഞാങ്കണ്ടം എന്ന സ്ഥലത്തിന് അടുത്ത് ഇടുക്കി ജില്ലയിലെ മനോഹരമായൊരു സ്ഥലമാണ്. ഇടുക്കി ജലാശയ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ ഈ കിടക്കുന്ന പ്രദേശമാണ് ഇവിടെ. അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കാഴ്ചകൾ കാണാം. ഈ ചുറ്റുവട്ടത്തുള്ളവർക്ക് ഇവിടെ നിന്ന് ദൂരെ വരെ ദൂരെ കാണുന്നതാണ് മെയിൻ കട്ടപ്പനയ്ക്ക് പോകുന്ന മെയിൻ ഹൈവേ. അപ്പോൾ അവിടെ നിന്നും ഈ വ്യൂ കാണുന്നതാണ്. വളരെ മനോഹരമായ സ്ഥലമാണ്. അപ്പം നിങ്ങളും നിങ്ങളുടെ കുട്ടികളുമായി ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയി അവരെ ട്രെക്കിങ്, ചെറിയ ചെറിയ ഗെയിമുകൾ ഇങ്ങനെയുള്ളതൊക്കെ കളിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും പല മാറ്റങ്ങളുണ്ടാകും അവരിൽ. ഫിസിക്കൽ ആക്ടിവിറ്റി ചെറുതായിട്ടായാലും ഇല്ലെങ്കിൽ എന്നാ കുഴപ്പമെന്ന് വെച്ചാൽ തീർത്തും ഒരു മടിയന്മാരും ആയിട്ടുള്ള അവസ്ഥ വരും. മടി വരുന്നതിന് മുഖ്യ കാരണം തന്നെ ഈ വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെയാണ്. അവരെ വെളിയിലേക്ക് ഇറക്കി ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവരെ കൂടുതലും ഇതുപോലുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യിക്കുകയാണെങ്കിൽ ഒത്തിരി മാറ്റങ്ങൾ വരും. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക.